ഹലോ ഗൈസ്, വെൽക്കം ടു ടെയിൽസ് ഓഫ് ശ്രീസ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഡോം ടൂറാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ താമസിക്കുന്നത് സ്റ്റുഡൻറ്റ് സ്റ്റാർ ഡോമിലാണ്. സ്റ്റുഡൻറ്റ് സ്റ്റാർ ഡോം എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് വർക്ക് റൺ ചെയ്യുന്ന ഡോമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മാപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് ഹാൻസ് ലീറ്റൽ സ്റ്റാസ് എന്ന് പറഞ്ഞ ഡോമിലായിരുന്നു. അത് ഇതാണ് കേട്ടോ. പക്ഷേ ഇത് അവർ ക്ലോസ് ചെയ്തു, കാരണം ഇത് ഭയങ്കര പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്നത് ഗ്രാസ്മേ സ്റ്റാസി 11 ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഹൗസസ് ഉണ്ട്. ഈ ഹൗസസിൻ്റെയൊക്കെ ഒരു മാപ്പ് പോലെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ വേറെ കുറേ ബിൽഡിങ്ങും കൂടെ ഉണ്ട്. അതൊക്കെ ക്ലോസ് ആയി. ഫയർ ആക്സിഡൻറ്റ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഫയർ ആക്സിഡൻറ്റ് നടന്നതുകൊണ്ടാണ് ഇത് ക്ലോസ് ആക്കിയത്. പക്ഷേ ഇപ്പം അവർ റീകൺസ്ട്രക്റ്റ് ചെയ്യുവാണ്. ബയോൺഹൈം എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആണ് ഇത് റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ DHLൻ്റെ പാക്ക് സ്റ്റേഷനും ഉണ്ട്. അപ്പം നമുക്ക് ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ പാക്കേജസൊക്കെ സെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം ഇവിടെ ഒരു ചെറിയൊരു ഡയറക്ഷൻ കാണിക്കുന്ന ബോർഡുണ്ട്. ഇതെന്താ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു സ്റ്റുഡൻറ്റ് യൂണിയൻ നടത്തുന്ന ഒരു വലിയൊരു കോംപ്ലക്സ്. ഇവിടെ കുറേ ഹൗസസ് ഉണ്ട്. അപ്പം ഇവിടെ ഓരോ ഹൗസ് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടും. അപ്പോൾ ഈ ക്രിസ്റ്റോഫർ സ്റ്റാസിനാണ് ഇവരുടെ ഓഫീസ് ഉള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ നിങ്ങളെ ഓഫീസൊക്കെ കാണിക്കാം. അപ്പം ഇതാണ് സ്റ്റുഡൻറ്റ് വർക്കിൻ്റെ ഓഫീസ്. ഇവിടെയാണ് കീ കളക്ട് ചെയ്യാനും പിന്നെ കീ തിരിച്ചു കൊടുക്കാനൊക്കെ വരുന്നത്. പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അവരുമായിട്ട് സംസാരിക്കാം. അപ്പം നമ്മൾ ഡോമിന് അപ്ലൈ ചെയ്യുമ്പം സ്റ്റുഡൻറ്റ് വർക്കിൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം കൊടുത്തത് സ്റ്റുഡൻറ്റ് സ്റ്റാർട്ട് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് ഈ ഒരു ഡോമിലായിരുന്നു. ഇത് ന്യൂ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാറ്റിയതാണ് ആ ബിൽഡിങ്ങിലോട്ട്. ഇവിടുത്തെ റൂം നല്ല റൂമാണ്. ഇത് പക്ഷേ പുതിയ ബിൽഡിംഗ് ആണ്. പിന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് റെൻറ്റ് കൂടുതലാണ് ഇവിടെ. പക്ഷേ കിച്ചണും ടോയ്ലറ്റും ഒക്കെ റൂമിൽ തന്നെ ഉണ്ടാവും. റൂമും ചെറിയൊരു റൂമാണ്. പിന്നെ അത്ര ഫർണിഷ്ഡ് അല്ലായിരുന്നു തോന്നുന്നു എനിക്ക് കിട്ടിയപ്പം. അപ്പം ഇവിടെ സിസ്റ്റേൻ്റെ തന്നെ സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടിന് സിസ്റ്റർ എന്നാണ് പറയുന്നത് ഷോർട്ട് ഫോം ആയിട്ട്. അപ്പോൾ ഇവിടെ അവരൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവാണ്. തുടങ്ങി എന്നാണ് ഞങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ, പക്ഷേ ഉറപ്പില്ല. പിന്നെ ഇവിടെ ഒരു ടേബിൾ ടെന്നീസ് കോർട്ടും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഇതും ഫയർ ആക്സിഡൻറ്റ് കാരണം കുറേ വർഷങ്ങൾക്ക് മുന്നേ ക്ലോസ് ചെയ്തതാണ്. ഇവിടെയും അവർ റിനോവേറ്റ് ചെയ്യുകയാണ് കേട്ടോ. എപ്പോഴാണ് ഇത് റിനോവേഷൻ തീരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് തീരുമ്പം കുറേ റൂംസ് വേക്കൻ്റ് ആവും. അപ്പം ഇനി സ്റ്റുഡൻറ്റ് സ്റ്റാർട്ട് ഓപ്ഷൻ വെച്ചാൽ ചിലപ്പോൾ റൂംസ് കിട്ടാൻ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. ഓഫീസ് പോലെയുണ്ട്. നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വളരെ ചെറിയ പൈസയിൽ, ചെറിയ യൂറോ സെൻറ്റ് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് 1 ടൈം ഫീസാണ്. 20 യൂറോ നമ്മൾ കൊടുക്കണം. നമ്മൾ എത്ര നാൾ ഈ ഒരു ഡോമിൽ നിൽക്കുന്നോ അത്രയും നാൾ നമുക്ക് ഫ്രീ ഇൻ്റർനെറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കുറേ ഹൗസസ് ഉണ്ട്. ഇത് ഈ കുഞ്ഞി ഹൗസ് വില്ലിഗ്രാഫ് സ്റ്റാസി എന്നാണ് പറയുന്നത്. അപ്പോൾ വില്ലിഗ്രാഫ് സ്റ്റാസി 1 തൊട്ട് 8 അങ്ങനെ നമ്പേഴ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് അത് കാണുന്നില്ലേ, അത് ഗ്രാസ്മേ സ്റ്റാസിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബിൽഡിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് ഹൈറ്റുള്ള ബിൽഡിംഗ് കാണുന്നില്ലേ, അതാണ് MKH. ഇവിടെ റെൻ്റ് എന്ന് പറയുന്നത് ഓരോ ഹൗസിനും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ റെൻ്റ് എന്ന് പറയുമ്പം 285 യൂറോ ഒക്കെയാണ്. പിന്നെ വലിയ ഹൗസിൽ വലിയ ഹൗസിൽ റെൻ്റ് 350 ഒക്കെയാണ്. പക്ഷേ ഇവിടെ റെൻ്റ് കുറച്ചും കൂടി കൂടും, ലൈക്ക് 400-450 ഒക്കെയാണ്. കാരണം ഇവിടെ റൂമിൽ തന്നെ സിംഗിളായിട്ട് ടോയ്ലറ്റ് ഉണ്ട്. പക്ഷേ ബാക്കി എല്ലാ സ്ഥലത്തും വേഗേ പോലെയാണ്, ഷെയർഡ് ആയിട്ടുള്ള കിച്ചണും ടോയ്ലറ്റുമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കുഞ്ഞ് കഫേ ഉണ്ട് കേട്ടോ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാൻ പറ്റും. ഇത് സ്റ്റുഡൻസ് തന്നെ നടത്തുന്ന ഒരു കഫേയാണ്. പിന്നെ സമ്മർ ആകുമ്പം ഇവിടെ കുഞ്ഞൊരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ വന്ന് കളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ്. ഇംഗ്ലീഷ് ഗാർഡൻ്റെ നോർത്ത് എൻഡ് എന്ന് പറയും.
അവിടെയും ഞങ്ങൾ ഒന്ന് പോയി കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഇവിടെ നമുക്ക് മ്യൂസിക് റൂമും പാർട്ടി റൂമും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റും. ഇവിടെ സ്റ്റുഡൻറ്റ് യൂണിയൻ ഹെഡൊക്കെ ഉണ്ട്, അപ്പോൾ അവരെ അറിയിച്ചാൽ മതി. ഇതും പുതിയ ബിൽഡിംഗ് ആണ് കേട്ടോ, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. ഇത് ശരിക്കും ഒരു ഷീറ്റാണ്, ഷീറ്റ് വെച്ചിട്ട് അവർ പണിതേക്കുന്നതാണ്. പക്ഷെ നല്ല റൂമാണ്, കാരണം ഞാൻ ഒരു റൂമിൽ പോയി കണ്ടിട്ടുണ്ട്. ഇതും റെൻറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു, ലൈക്ക് 450 ഒക്കെ ഉണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഭയങ്കര മോഡേണൈസ്ഡ് ആണ് ഈ ഒരു ബിൽഡിങ്. അപ്പം നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഹൗസിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ ബോക്സസ് വെച്ചിട്ടുണ്ട്, ലൈക്ക് റെസ്റ്റ് ബോള്, പിന്നെ പേപ്പർ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ളത്. ഇതവർ എനിക്കറിയില്ല വീക്ക്ലി വൺസോ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസോ ഇവരത് എടുത്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും. അപ്പം നമുക്കിവിടെ വലിയൊരു കോർട്ടുണ്ട്. ഇവിടെ കുട്ടികൾ ഫുട്ബോളും ഗോൾഫും ബാസ്കറ്റ്ബോളൊക്കെ കളിക്കാൻ വരും. സമ്മറിലാണ് കൂടുതലും ഇവിടെ മൊത്തം ഫീൽഡായിരിക്കും. പക്ഷെ ഇപ്പം സമ്മറിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് അധികം പേര് ഇവിടെ ഇല്ലാത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം. ഇവിടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത് ബ്രൗൺ ഗ്ലാസ്സസ്, പിന്നെ വൈറ്റ് ഗ്ലാസ്സസ്, ഗ്രീൻ ഗ്ലാസ്സസ്, പിന്നെ ഇവിടെയൊക്കെ ഈ കോള അങ്ങനത്തെ ബോട്ടിൽസ്. അപ്പോൾ ഇവിടെ ജർമ്മനിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വേസ്റ്റ് പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫൈനൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബോക്സസ് ഇട്ടോ ഓരോന്ന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സമ്മറിൽ ഞങ്ങൾ ഇടയ്ക്ക് വരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഞങ്ങൾ നടക്കാൻ വേണ്ടി വരും. ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ കുറേ ഫോട്ടോസ് ഉണ്ട്. ജർമ്മനിയിൽ നമുക്ക് ഓരോ സീസൺ ഇങ്ങനെ എടുത്ത് അറിയാൻ പറ്റും. ഇങ്ങനെ സ്പ്രിങ്, ഓട്ടം, പിന്നെ ലൈക്ക് സ്നോസ് പെയ്യുമ്പോഴൊക്കെ ഇവിടെ നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ പറ്റുവാണെങ്കിൽ ആ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം സമ്മർ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. കണ്ടോ, മരങ്ങളിലൊന്നും ഇലകളൊന്നുമില്ല, പക്ഷേ പതിയെ പതിയെ ഇലകളൊക്കെ വന്നു തുടങ്ങും. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഇരിക്കാനൊക്കെ സ്പേസൊക്കെ ഉണ്ട്, നല്ല രസമാണ്. ചെറിയൊരു മെമ്പർഷിപ്പ് ഫീസേ ഉള്ളൂ. ഇവിടെ നമുക്ക് ജിമ്മിൽ പോവാം, ഡാൻസും കളിക്കാം. ഇത് MKH ഹൗസാണ് കേട്ടോ. ഇവിടെയാണ് എൻ്റെ ഫ്രണ്ട് താമസിക്കുന്നത്. ഇതും കുറച്ച് മോഡേണൈസ്ഡ് ആണ് കേട്ടോ. ഇവിടെ റെൻറ്റ് എന്ന് പറയുന്നത് 350 ആണ്. ഇവിടെ നമുക്കൊരു റെസിഡൻഷ്യൽ ഏരിയയും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇത് കാരവനാണ്. അപ്പം ഞാൻ 1.5 വർഷത്തോളം താമസിച്ചത് ആ ബിൽഡിങ്ങിലായിരുന്നു കേട്ടോ. ബാൽക്കണി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ ഒരു ഹൗസിലോട്ട് മാറി. ഇവിടെ ഞാൻ ഒരു 6 മാസത്തോളമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ നമുക്കൊരു കുഞ്ഞ് സൂപ്പർ മാർക്കറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഈ ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. ഇതിൻ്റെ പേര് എറിച്ച് ലൂബർട്ട് ഹൗസ് എന്നാണ്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് പാർട്ടി ഹൗസ്, സൂപ്പർ മാർക്കറ്റ് അപ്പുറത്തത്. പാർട്ടി ഹൗസ് ഇവിടെ ആയതുകൊണ്ട് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര സൗണ്ടാണ് പാർട്ടിയൊക്കെ നടക്കുമ്പോൾ. ഞാൻ പാർട്ടി ഹൗസും സൂപ്പർ മാർക്കറ്റും ജസ്റ്റ് കാണിക്കാം കേട്ടോ നിങ്ങളെ. ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് യൂറോ കൂടുതലാണ്. കാരണം ഇവിടെ കണ്ടോ, പാർബോൾഡ് റൈസിനൊക്കെ €2.20 ഒക്കെയാണ്. സ്നാക്സ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ഫാമിലി ഹൗസാണ്. ഇവിടെ കുട്ടികളൊക്കെ ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള
കുഞ്ഞ് ഏരിയ ആണിത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫാമിലി ആൻഡ് ഹൗസ്, ഹാൻഡ് സ്ലീപ്പൽ സ്റ്റാസി എന്നാണ് പേര്. ഇവിടുത്തെ റൂം കുറച്ച് നല്ല വലുതായിരിക്കും. എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോ പോലെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഡോമിലൊരു ഫാമിലി ഹൗസ് ഉണ്ട്. അവിടെ കുട്ടികളില്ല, പക്ഷേ ലൈക്ക് മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് സ്റ്റുഡൻസ് ആയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ അത് കാണിക്കാം നിങ്ങളെ. ഇത് ഫാമിലി ഹൗസിൻ്റെ ബാക്ക് സൈഡാണ്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കളിക്കാനൊക്കെ ഉള്ള ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡോം, ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇതിൽ റെസ്റ്റുമുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇതിലിടാം. ഇത് പേപ്പർ മാത്രമേ ഇതിലിടാൻ പറ്റത്തുള്ളൂ. പിന്നെ സൈക്കിളൊക്കെ സൈക്കിൾ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ലോക്ക് ചെയ്യാൻ നമുക്ക് ഇവിടെ സൂക്ഷിച്ച് വെക്കാം. ഇതാണ് എൻ്റെ ഹൗസിൻ്റെ പേര്, ഗ്രാസ്മേസ് ക്ലാസ് 11 എറിച്ച് ഹൗസ്. പിന്നെ ഇവിടെ ഞങ്ങൾ മൊത്തം 20 പേരാണ് കേട്ടോ ഉള്ളത്. എൻ്റെ റൂം 165, എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബെല്ലടിച്ചാൽ നമുക്ക് അവിടെ ബെല്ല് കേൾക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് 2 ഡോറുണ്ട് കേട്ടോ. ഈ ഡോറ് ലോക്ക്ഡ് അല്ല, ആർക്ക് വേണമെങ്കിലും അകത്തോട്ട് കയറാൻ പറ്റും. പക്ഷേ നെക്സ്റ്റ് ഡോറ് ലോക്ക്ഡ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇത് നമ്മളെ പോസ്റ്റ് ബോക്സ് ആണ്. അപ്പം നമുക്ക് പോസ്റ്റൊക്കെ വരുന്നത് ഇങ്ങനെ ഇതിനകത്ത് കൊണ്ടുവരും. അപ്പം നമുക്ക് കീ യൂഷ്വലി നമുക്ക് സ്റ്റുഡൻറ്റുകൾക്ക് 2 കീ ആണ് തരുന്നത്. പോസ്റ്റ് ബോക്സിന് 1 കീയും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പരസ്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പേരുണ്ട് കേട്ടോ ഇവിടെ, 165 കൃഷ്ണ എൻ്റെ ലാസ്റ്റ് നെയിമാണ്. അപ്പോൾ ഈ ഡോറ് ലോക്ക്ഡ് ആണ് കേട്ടോ. ഇതെന്താ ലോക്ക്ഡ് ആണെന്ന് പറഞ്ഞാൽ പുറത്തുനിന്നൊക്കെ ആൾക്കാർ കയറാണ്ടിരിക്കാനാണ് ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കയറുമ്പം ഇങ്ങനെയാണ്. ഇവിടെ മൊത്തം 20 പേരുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം 3 ഫ്ലോറാണ്. ഗ്രൗണ്ട് ഫ്ലോറ്, പിന്നെ ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്. നമുക്കൊരു കിച്ചണേ ഉള്ളൂ. ഫസ്റ്റ് ഫ്ലോറിലാണ് കിച്ചൺ, വലിയ കിച്ചണാണ് കേട്ടോ. പിന്നെ നമുക്കൊരു നടുമുറ്റം പോലെയുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ചെടികളൊക്കെ നടാൻ പറ്റും, പക്ഷെ ഞങ്ങൾ ചെടികളൊന്നും നടാറില്ല. സ്നോയും മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് കാണാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ കിച്ചൺ കാണിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. ഭയങ്കര വലിയ കിച്ചണാണ് കേട്ടോ, കാരണം ഇത് 20 പേർക്കുള്ള കിച്ചണാണ്. ഇവിടെ കുക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റവ് ഉണ്ട്. ഇത് ഇലക്ട്രിക്കാണ്. പിന്നെ ഒരു ഓവനുണ്ട്. പിന്നെ നമുക്കൊരു മൈക്രോവേവ് ഉണ്ട്, കെറ്റിലുണ്ട്, ടോസ്റ്ററുണ്ട്. പിന്നെ നമുക്ക് ഓരോ ഇങ്ങനെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഏരിയ കൂടെ ഉണ്ട്. ഇത് ഭയങ്കര വലിയ ഏരിയ ആണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് പാർട്ടിയൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് സ്പേസ്. പിന്നെ നമുക്ക് ഫ്രിഡ്ജും ഉണ്ട്, 2 ഫ്രീസറും ഉണ്ട്. ഇത് മൊത്തം 20 പേർക്കുള്ള ഫ്രിഡ്ജും ഫ്രീസറുമാണ്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ കോമൺ ആയിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. വാഷിംഗ് ഏരിയയിൽ 2 വാഷിംഗ് മെഷീനും 1 ഡ്രയറുമാണുള്ളത്. ഇതാണ് ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഏരിയ. നമുക്ക് ബാൽക്കണി ഉണ്ട് കേട്ടോ, ചെറിയൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും നമുക്ക് ടോയ്ലറ്റും പിന്നെ ഷവർ ഏരിയ ഉണ്ട്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാം. അവിടെയാണ് എൻ്റെ റൂമുള്ളത്. അപ്പം സെക്കൻഡ് ഫ്ലോറിലുള്ള ഷവർ ഏരിയയും ടോയ്ലറ്റുമാണ് ഇത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഫാമിലി ഹൗസ് ഉണ്ടെന്ന്, അത് ഞാൻ കാണിക്കാം. പിന്നെ ഇവിടെ നമുക്ക് റൂംസും ഉണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഈ ഒരു എൻഡിലുള്ള റൂമെന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ റൂമായിരിക്കും. ഇവിടെ റെൻറ്റും കൂടുതലായിരിക്കും, 400 euro ഒക്കെ ആയിരിക്കും ഈ ഒരു റൂമിൻ്റെ റെൻറ്റ്. കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. ബാൽക്കണി നമുക്ക് തുറക്കാൻ പറ്റും,
കണ്ടോ, ഇതാണ് ബാൽക്കണി. പക്ഷെ ഇവിടെ ആരും യൂസ് ഒന്നും ചെയ്യാറില്ല. സ്മോക്കിംഗ് ഏരിയയും കൂടിയാണിത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി ഹൗസ്. ഇവിടെ എനിക്ക് തോന്നുന്നു കിച്ചൺ സെപ്പറേറ്റ് ആണ്, പിന്നെ ഒരു ബെഡ്റൂം സ്പേസ് ഉണ്ട്. ഞാനിത് ഇവിടെ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്. ഇതാണ് ഫാമിലി ഹൗസ്. ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ ഫാമിലി ഹൗസിന്. പിന്നെ ഇവിടെ ബാൽക്കണി അല്ല, പക്ഷെ അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ വ്യൂ. ലൈക്ക് ഓട്ടം സീസണും പിന്നെ സ്നോ ഒക്കെ ഫോൾ ചെയ്യുമ്പം ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എൻ്റെ റൂമിലോട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ റൂം. എൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ കണ്ടു ഡ്രൈയിങ് റാക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ നടുമുറ്റം പോലത്തെ സ്പേസിലുള്ള വ്യൂ ഉണ്ട്. മഴ പെയ്യുമ്പോഴും സ്നോ ഒക്കെ ഫോൾ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ റൂം നമുക്ക് കാണാം. ലോക്ക്ഡാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂം നമ്പർ 165 ആണ് കേട്ടോ. ഇതാണ് എൻ്റെ റൂം. ഞാനിവിടെ ഒരു കുഞ്ഞി ഷൂ റാക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജാക്കറ്റും ഹാങ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞി ഏരിയ ഉണ്ട്, നമുക്ക് ക്ലീനിങ് സ്റ്റഫും ഒക്കെ വെക്കാനുള്ളത്. പിന്നെ വാഷ് ഏരിയയും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സ്റ്റുഡൻറ്റുകൾക്ക് തന്ന ഒരു സൈഡ് ടേബിളാണ്. പിന്നെ ഈ ബെഡും സ്റ്റുഡൻറ്റുകൾക്ക് തന്നെ നമുക്ക് തന്നതാണ്. ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. 2 സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ. പിന്നെ ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഐറ്റംസാണ് കേട്ടോ. പിന്നെ ഈ റൂമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഒരു വിൻഡോ ഉണ്ട്. സമ്മറിൽ സൺലൈറ്റ് നന്നായിട്ട് വരും, അതുകൊണ്ട് തന്നെ ഇവിടെ ഷെയ്ഡും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് ഈ ബ്ലൂ കർട്ടൻ സ്റ്റുഡൻറ്റുകൾക്ക് തന്നതാണ്, പക്ഷേ ഇത് ഞാൻ ഇട്ടതാണ് കേട്ടോ. ഇത് നല്ല രസമാണ്, റൂമിനെ നന്നായിട്ട് ബ്യൂട്ടിഫൈ ചെയ്യും. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ഒരു ഓഫീസ് ചെയറും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ട്, അവിടെ ഞാൻ ബുക്സൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ എനിക്കൊരു കുഞ്ഞി പൂജാ സ്പേസ് ഉണ്ട്. ഞാൻ ഇന്നും വൈകുന്നേരം ഇവിടെ ചന്ദനത്തിരി കത്തിക്കും. ഈ സ്പേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മണി പ്ലാന്റ്, ഇത് പനിക്കൂർക്കയാണ് കേട്ടോ. മണി പ്ലാന്റ് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് അതിനെ നോക്കുന്നില്ല. പനിക്കൂർക്ക പനിയൊക്കെ വരുമ്പം വെള്ളം കുടിക്കാം. പിന്നെ ഒരു വലിയൊരു കബോർഡ് ഉണ്ട് എനിക്ക്. ഈ കബോർഡിനകത്ത് കുറേ സ്പേസ് ഉണ്ട് കേട്ടോ, നമുക്ക് എല്ലാം സ്റ്റോറൊക്കെ ചെയ്യാൻ പറ്റും. മുകളിലും വലിയ സ്പേസ് ഉണ്ട് കണ്ടോ, കുറേ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.